ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് മന്ത്രി പി രാജീവ്. ഏത് വിഐപിക്കും കേരളത്തിൽ ഇറങ്ങി സുരക്ഷിതമായി നടക്കാം എന്ന് ഗവർണർ തെളിയിച്ചു. കേരളത്തിൽ മാത്രമേ അത് സാധിക്കൂ. ഗവർണർ ഭരണഘടന വായിച്ച് ജനാധിപത്യം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രി പി രാജീവ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പം നവകേരള സദസ്സ് കൊല്ലത്തേക്ക് എത്തി. ഇപ്പോൾ ഇതുവരെയുള്ളൊരു അനുഭവം ഇനി പെട്ടെന്ന് അവസാനിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും കേരളം വലിയ തോതിൽ മുന്നോട്ട് പോകണം, കേരളത്തിനെതിരെയുള്ള സാമ്പത്തികമായ ആക്രമണത്തെ പ്രതിരോധിക്കണം, നമുക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വന്നു ചേരുന്നുണ്ടെന്നാണ് ഓരോ സദസ്സിലെയും അനുഭവം വ്യക്തമാക്കുന്നത്. മുമ്പൊന്നും ഉണ്ടാവാത്ത തരത്തിൽ ഈ ഗവർണർ സർക്കാർ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഗവർണർ തന്നെ കോഴിക്കോട്ടേക്ക് നഗരത്തിലേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ സർക്കാർ കാണുന്നത്? പ്രത്യേകിച്ചും ഇത് മാധ്യമങ്ങൾ കൊടുക്കുന്ന തലക്കെട്ടിൻ്റെ പ്രശ്നം മാത്രമാണ്. ഗവർണറും സർക്കാരും തമ്മിൽ പോരില്ല. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഇന്നലെ മിഠായി തെരുവിൽ ഇറങ്ങിയതിനോട് ഒരു കാര്യം വ്യക്തമായി: ഇന്ത്യയിൽ ഏറ്റവും ക്രമസമാധാനമുള്ള സംസ്ഥാനം കേരളമാണ്. ജനാധിപത്യ ബോധമോ സാമാന്യ ബോധമോ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിത്വം കേരളത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് അടിയന്തരമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ മാറ്റി പറ്റിയൊരാളെ ഇവിടെ വയ്ക്കുമ്പോഴായിരിക്കും നല്ലത്. ഗവർണറെ മാറ്റണമെന്നൊരു ആവശ്യം തന്നെയാണ്. ഗവർണറായിട്ട് പ്രവർത്തിക്കണ്ടേ, ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കണ്ടേ? സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ ഇത് എന്ത് ചെയ്യുന്നു. നിയമവും ഭരണഘടന അറിയാവുന്ന ആളുകളെല്ലാം പറയല്ലേ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കാനേ പാടില്ല എന്നുള്ളത്. ചാൻസലറാണെന്നുള്ള നിയമസഭ നൽകിയ അധികാരമാണ്. അത് ഞങ്ങൾ തന്നെ തിരിച്ചെടുത്തു. SFIയോ CPMോ ഒന്നും തന്നെ ഈ സമരരംഗത്തു നിന്നോ ഗവർണർക്കെതിരെയുള്ള ഇത്തരം നിലപാടുന്നോ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രിയടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.